ഇന്നത്തെ മാതിരി കാരവാനില്ല, മറ്റ് വലിയ സൗകര്യങ്ങളില്ല. അന്ന് ഇവരൊക്കെ മദ്രാസിൽ താമസിച്ചിരുന്നത് സ്വാമീസ് ലോഡ്ജാണ്. ഇക്കാലത്തൊരു സാധാരണ ഒരാൾ പോലും ഒരുപക്ഷെ സ്വാമീസ് ലോഡ്ജ് പോലെ ഒരു ലോഡ്ജ് മുറിയിലായിരിക്കില്ല താമസിക്കുന്നത്. ഒരു സിനിമയ്ക്ക് അദ്ദേഹം ഒരു ദിവസം 5 മണിക്കൂർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 5 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത 4 മണിക്കൂർ വേറൊരു സിനിമയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെ റൗണ്ട് ദി ക്ലോക്കാണ്. സിനിമയുടെ ഒരു ഭാഷയൊന്നും അന്നത് മെയിൻ സ്ട്രീമിന് പോലും അറിയില്ല, ഇവർക്ക് തീരെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ഷോർട്ട് ഫിലിമുകളിലൊക്കെ ചില അഭിനയ മുഹൂർത്തങ്ങളൊക്കെ വരും പോലെയാണ്. വളരെ സ്റ്റിഫായിട്ട് നിന്ന് മറുപടി പറയുന്നു, എന്നിട്ട് ക്യാമറയുടെ അടുത്തേക്ക് ഇങ്ങനെ മാർച്ച് ചെയ്ത് വരും പോലെ വരുന്നു. ഈ തരത്തിലൊക്കെ ആളുകൾ വന്നിട്ട് വളരെ അർത്ഥരഹിതമായിട്ടുള്ള അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നു. ചലച്ചിത്ര വിചാരത്തിലേക്ക് സ്വാഗതം. ഈയിടെ ചില സിനിമാ തിയേറ്ററുകളിൽ സിനിമ കാണാൻ പോയിട്ടുള്ള ചിലർ അവിടെ പ്രദർശനം നടന്നില്ല എന്നൊക്കെ ഒന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, പഴയ കാലത്ത് വരുന്ന പടങ്ങൾ എത്ര പരാജയപ്പെട്ടാലും ഒരു പടം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പടത്തെക്കുറിച്ച് നമ്മൾ അറിയും, അതിൻ്റെ പേര് കേട്ടാൽ അറിയാം ഇങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരുന്ന സിനിമകളുടെ പേരുകൾ പോലും അറിയുന്നില്ല. ഇങ്ങനെ ഒരു സിനിമ വന്നു എന്ന് പറയുമ്പോഴാണ് അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു എന്നറിയുക. പലരും അത് അറിയുന്നു പോലും ഇല്ല. ഈ പരാജയങ്ങളുടെ അന്നത്തെ അവസ്ഥ എന്തായിരുന്നു, ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. പരാജയ സിനിമകളുടെ വ്യത്യാസം വളരെ വലുതാണ്. അതിന് കാരണം പഴയ കാലത്ത് ആഴ്ചയിൽ ഒരു സിനിമയായിരിക്കും റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ ഏറി വന്നാൽ 2. വിഷു, ഓണം തുടങ്ങിയ സമയത്താണ് 4 സിനിമകളൊക്കെ ഒന്നിച്ച് റിലീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സിനിമയാണ് ഒരാഴ്ച റിലീസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും അന്നാകെ പ്രധാനപ്പെട്ട ഒരു പരസ്യത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് പത്രപരസ്യം തന്നെയാണ്. അത് കൂടുതൽ പണമുള്ളവർ വലിയ പടങ്ങൾക്ക് വേണ്ടി വലിയ പരസ്യങ്ങൾ ചെയ്യും, ചെറിയ പടങ്ങൾക്ക് വേണ്ടി ചെറിയ പരസ്യങ്ങൾ വരും. എന്തായാലും ഒരു ചെറിയ പരസ്യം വഴിയെങ്കിലും ഇങ്ങനെ ഒരു സിനിമ വരുന്ന കാര്യം നമ്മൾ അറിയുന്നു. വന്നു കഴിഞ്ഞാൽ സിനിമാ തിയേറ്ററിൽ ആദ്യത്തെ ദിവസം തന്നെ എങ്ങനെയും കുറച്ച് ആൾ കയറും. കാരണം കുറച്ച് തിയേറ്ററുകളല്ലേ ഉള്ളൂ. ആ തിയേറ്ററുകളിലേക്ക് പോകുന്നത് ഒരു കടമ പോലെ പോകുന്ന കുറച്ച് ആളുകളുണ്ട്. സിനിമ എന്തായാലും കാണുന്ന കുറച്ച് പേര് കാണും, താരത്തെ നോക്കി കാണുന്ന കുറച്ച് പേര് കാണും, വളരെ പ്രതീക്ഷകളോടെ കാണുന്ന ചിലർ കാണും. അപ്പോൾ ഇതൊന്നുമില്ലാതെ വെറുതെ ഒരു സിനിമ കാണാം എന്ന് പറഞ്ഞ് കയറുന്നവരും ഉണ്ടാവും. പിന്നെ ഈ പുതുമുഖ ചിത്രങ്ങളെന്ന് അത്ര ഏറെയൊന്നുമില്ല. ഒരു കാലഘട്ടമെന്ന് പറഞ്ഞാൽ പ്രേം നസീറിൻ്റെ ചിത്രങ്ങളാണ് ഏറെ വരുന്നത്. പിന്നെ സത്യൻ നായകനായിട്ട് അഭിനയിച്ച ചിത്രങ്ങൾ, ആ കാലഘട്ടത്തിൽ തന്നെ മധു നായകനായിട്ട് അഭിനയിച്ച ചിത്രങ്ങളും വരുന്നുണ്ട്. കഴിഞ്ഞു. ഈ 3 നായകന്മാരേ ഉള്ളൂ മലയാളത്തിൽ. അപ്പം മിക്കവാറും സിനിമകളിൽ ഇവരൊക്കെ തന്നെ കാണും. ഒന്നിലേറെ പേര് ഒരേ സിനിമയിൽ വരുന്നതും സ്വാഭാവികമാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലാണെങ്കിൽ സത്യനുണ്ട്, പ്രേം നസീറുണ്ട്, മധുവുണ്ട്, 3 പേരുമുണ്ട്. അങ്ങനെയുള്ള പല ചിത്രങ്ങളുണ്ട്. 3 പൂക്കൾ എന്ന് പറയുന്ന സിനിമ, മറ്റ് പല സിനിമകളിലും ആ തരത്തിൽ ഈ താരങ്ങൾ ഒന്നിച്ച് തന്നെ അഭിനയിക്കുന്നുണ്ട്. 2 സൂപ്പർ താരങ്ങൾ ഒന്നിച്ചൊരു സിനിമയിൽ വരിക എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. സത്യൻ ത്രൂ ഔട്ട് അഭിനയിക്കുന്ന ഒരു ചിത്രത്തിൽ പ്രേം നസീർ ഒരു ചെറിയ വേഷത്തിൽ വന്നു എന്ന് വരും, ഓടയിൽ നിന്ന്. അതിൽ പപ്പു എന്ന് പറയുന്ന സിനിമ മുഴുവൻ നിറഞ്ഞേക്കുന്ന കഥാപാത്രമായിട്ട് സത്യൻ വന്നപ്പോൾ പ്രേം നസീർ അവസാന റീലിൽ മാത്രം വരുന്ന ഒരു ചെറിയ കഥാപാത്രമായിട്ടാണ് വരുന്നത്. ഇതുപോലെ തിരിച്ചും സംഭവിക്കാറുണ്ട്. ഇനി ഇങ്ങനെയൊന്നും അല്ലാതെയും ഇപ്പോൾ അരനാഴിക നേരം എന്നൊരു സിനിമ എടുത്താൽ കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് അതിലെ നായകനായിട്ട് വരുന്നത്. അതിൽ ചെറിയ വേഷങ്ങളിലാണ് സത്യനും പ്രേം നസീറും ഒക്കെ വരുന്നത്. ഇനി കടൽപ്പാലം എടുത്താൽ സത്യൻ ഡബിൾ റോളിലാണ് വരുന്നത്, പ്രേം നസീർ അതിൽ
സത്യൻ്റെ തന്നെ മക്കളിലൊരാളായിട്ട് വരുന്നു. സത്യൻ്റെ ഒരു മകനായിട്ട് സത്യൻ തന്നെ വരുന്നു, മറ്റൊന്ന് പ്രേംനസീർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിനിമകളാണ് വരുന്നത്. മിക്കവാറും അറിയപ്പെടുന്ന താരങ്ങൾ തന്നെ അവർക്ക് ഡേറ്റ് ഇല്ല എന്നൊരു പ്രശ്നം വരുന്നില്ല. കാരണം അവർ 24 മണിക്കൂറും വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അന്ന് ഇന്നത്തെ മാതിരി കാരവാനില്ല, മറ്റ് വലിയ സൗകര്യങ്ങളില്ല. അന്ന് ഇവരൊക്കെ മദ്രാസിൽ താമസിച്ചിരുന്നത് സ്വാമീസ് ലോഡ്ജാണ്. ഇക്കാലത്തൊരു സാധാരണ ഒരാൾ പോലും ഒരുപക്ഷെ സ്വാമീസ് ലോഡ്ജ് പോലെ ഒരു ലോഡ്ജ് മുറിയിലായിരിക്കില്ല താമസിക്കുന്നത്. എൻ്റെ തന്നെ ഒരു അനുഭവം പറഞ്ഞാൽ, ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന അതിഥി എന്ന സിനിമയിൽ അന്നത്തെ വലിയ ആർട്ടിസ്റ്റുകളായ കൊട്ടാരക്കര ശ്രീധരൻ നായർ, ഭരത് അവാർഡ് കിട്ടിയ PJ ആൻ്റണി, ഇവരൊക്കെ താമസിച്ചത് ഈ ശ്രീകുമാർ തിയേറ്ററിൻ്റെ അടുത്തുള്ള വെങ്കടേശ്വര ലോഡ്ജ് എന്ന് പറയുന്ന ഒരു ചെറിയ ലോഡ്ജിലാണ്. അവിടെ കോമൺ ബാത്ത് റൂമേ ഉള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കാനൊന്നും ആർക്കും ഒരു മടിയും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളെ കിട്ടുന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇന്നിപ്പോൾ പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഡേറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പ്രേംനസീറിന് എത്ര പടമുണ്ടെങ്കിലും അദ്ദേഹത്തിനോട് ഒരു സിനിമയുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം അഭിനയിക്കാമെന്ന് സമ്മതിക്കും. അത് അന്ന് മിക്കവാറും സ്റ്റുഡിയോ ബേസ്ഡ് ആയിട്ട് ഈ ചിത്രങ്ങൾ ചെയ്തിരുന്നുകൊണ്ട് മദ്രാസിലെ സ്റ്റുഡിയോകളിലാണ്. അപ്പോൾ ഒരു സിനിമയ്ക്ക് അദ്ദേഹം ഒരു ദിവസം 5 മണിക്കൂർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 5 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത 4 മണിക്കൂർ വേറൊരു സിനിമയ്ക്ക് കൊടുക്കുന്നു. ഇങ്ങനെ റൗണ്ട് ദി ക്ലോക്കാണ്. അപ്പോൾ ഒരു ദിവസം തന്നെ പല പടങ്ങളിൽ അഭിനയിക്കുന്നു. ഒരു പടം അഭിനയിച്ച് തീർത്ത് അടുത്ത സിനിമയിലേക്ക് കിടക്കുന്ന സിസ്റ്റമല്ല. പിന്നെ ഒരു സിനിമ എടുത്ത് തീരാനും ഇന്നത്തെ സമയം വേണ്ട. അപ്പം ഇങ്ങനെ ഈ ചിത്രങ്ങൾ വരുന്നതിനിടയ്ക്ക് ഇതേ ആൾക്കാർ അഭിനയിച്ച ചിത്രങ്ങൾ തന്നെ ചിലത് ഹിറ്റായി മാറുന്നു, ചിലത് പരാജയമായിട്ട് മാറുന്നു. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, പ്രേംനസീർ അഭിനയിച്ച പൂജ എന്നൊരു സിനിമ വരുന്നു. അത് റിലീസ് ചെയ്തു. 2 ദിവസം തിയേറ്ററിൽ ആളൊന്നും ഇല്ലായിരുന്നു. 3-ാം ദിവസം ആയപ്പം തിയേറ്ററിൽ പഴയൊരു സിനിമ എടുത്തിടുന്നു. അപ്പോൾ അങ്ങനെ പരാജയമായിപ്പോയി. എങ്കിലും ഈ പടത്തിൻ്റെ പേരെല്ലാവരും കേൾക്കുന്നുണ്ട്. കാരണം പ്രേംനസീറുണ്ട്, പൂജ എന്നുള്ള അതിൻ്റെ പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പുതുമുഖങ്ങളില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ പുതുമുഖങ്ങളും വരുന്നുണ്ട്. പുതുമുഖങ്ങൾ വരുന്നത് വളരെ അപൂർവമായിട്ടുള്ള ചിത്രങ്ങളാണ്. പക്ഷെ ആ ചിത്രവും റിലീസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. എൻ്റെ മനസ്സിൽ വരുന്ന ചില പുതുമുഖ ചിത്രങ്ങളെന്ന് പറയുന്ന പ്രതിധ്വനി ഒരു ചിത്രം. ആ പ്രതിധ്വനിയിൽ അഭിനയിച്ചവരെയൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ സംവിധാനം ചെയ്തത് വിപിൻ ദാസാണ് എന്നുള്ള ഓർമ്മയുണ്ട്. വിപിൻ ദാസ് ആദ്യമായിട്ട് വരുമ്പോൾ അദ്ദേഹം ബോംബെ സിനിമയിൽ നിന്ന് വരുന്ന സംവിധായകൻ എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ സിനിമ വന്നപ്പോൾ പുതുമുഖങ്ങളാണ്. അത് ഒട്ടും വിജയിച്ചില്ല. ഇതേപോലെ 2-3 ദിവസമാണ് പോയത്. അതേപോലെ അടുത്ത പ്രപഞ്ചം എന്നൊരു സിനിമ വരുന്നു. അതും ഈ തരത്തിൽ പുതിയ ആളുകളെ വച്ചിട്ടാണ്. അപ്പോൾ സിനിമയുടെ ഒരു ഭാഷയൊന്നും അന്നത് മെയിൻ സ്ട്രീമിന് പോലും അറിയില്ല. ഇവർക്ക് തീരെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ഷോർട്ട് ഫിലിമുകളിലൊക്കെ ചില അഭിനയ മുഹൂർത്തങ്ങളൊക്കെ വരും പോലെയാണ്. വളരെ സ്റ്റിഫായിട്ട് നിന്ന് മറുപടി പറയുന്നു, എന്നിട്ട് ക്യാമറയുടെ അടുത്തേക്ക് ഇങ്ങനെ മാർച്ച് ചെയ്ത് വരും പോലെ വരുന്നു. ഈ തരത്തിലൊക്കെ ആളുകൾ വന്നിട്ട് വളരെ അർത്ഥരഹിതമായിട്ടുള്ള അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നു. ഇതൊക്കെ കാരണം 2 ദിവസത്തിൽ കൂടുതൽ അത് പോകുന്നില്ല. പക്ഷേ ആ പടവും പരസ്യത്തിൽ വന്നു, പേര്. ഒരു തമിഴ് പ്രൊഡ്യൂസർ ഒരു സിനിമ എടുക്കുന്നു പുതുമുഖങ്ങളെ വെച്ച്. അതിൽ നല്ല പരസ്യമുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ പ്രത്യേകം ഓർക്കുന്നുണ്ട്. കാരണം അനാഥ ശില്പങ്ങളെന്നായിരുന്നു അതിൻ്റെ പേര്. പ്രസാദ് എന്നാണ് നായകൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. സരസ്വതി എന്നാണ് നായികയുടെ പേര്. 2 പേരും പുതുമുഖങ്ങൾ. അപ്പോൾ ഈ പ്രസാദ് വാസ്തവത്തിൽ പിന്നീട് വേണമെങ്കിൽ രക്ഷപ്പെടാം. കാരണം സത്യൻ്റെ ഒരു ചെറിയ അഭിനയത്തെ അനുകരിക്കുന്ന രീതിയിലാണ് വരുന്നത്. അത് പക്ഷെ പടം വിജയിച്ചില്ല. എങ്കിലും അതേ പ്രൊഡ്യൂസർ ഇവരെ തന്നെ വെച്ച് 2ാമതൊരു ചിത്രവും കൂടെ എടുത്തത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. സുമംഗലി എന്നോ മറ്റോ അതിൻ്റെ പേര്.
അപ്പോൾ അതിലും ഇവരൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ പ്രസാദ് ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ, പിൽക്കാലത്ത് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു നാടക നടനായിരുന്നു. വർഗീസ് കാട്ടിപ്പറമ്പൻ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായ നാടക നടനായിരുന്നു. പക്ഷെ സിനിമയ്ക്ക് വേണ്ടി പേര് മാറ്റിയതാണ് പ്രസാദ്. എത്രയോ കാലങ്ങൾക്ക് ശേഷം ഞാനൊരിക്കൽ അദ്ദേഹം വൃദ്ധനായപ്പോൾ ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെടാനിടയായിട്ടുണ്ട്. അപ്പോൾ ഒരു പാവം മനുഷ്യൻ, പക്ഷെ അന്ന് ഒരു സത്യനാകും എന്നൊരു ധാരണ ജനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ആ കാലത്ത് ഈ പുതുമുഖങ്ങൾ രക്ഷപ്പെടാൻ വളരെ പ്രയാസമായിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും മറ്റേ മെയിൻ സ്ട്രീം സിനിമയുടെ കൂടെ ചെറിയ റോളിൽ വന്നിട്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ് നടന്നിരുന്നത്. പക്ഷേ സത്യനും പ്രേംനസീറും എന്നത് അങ്ങനെയല്ല, നായകന്മാരായിട്ട് തന്നെയാണ്. പക്ഷേ ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ അന്ന് അത്തരത്തിൽ സ്ഥിരം നായകന്മാരൊന്നും ഇല്ലായിരുന്നു. നാടക നടന്മാർ നായകന്മാരായിട്ട് വരുന്നു. നമ്മുടെ പ്രശസ്ത നാടക നടനായ PK വിക്രമൻ നായർ നായകനായിട്ട് വന്നിട്ടുണ്ട്. MB മന്മഥൻ നായകനായിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ ഒരു പടത്തിലൊക്കെ നായകനായിട്ട് പോകുന്ന സമയത്താണ് സത്യനും പ്രേംനസീറും ഒക്കെ വരുന്നതും നിലയുറപ്പിക്കുന്നത്. പിന്നീട് വരുന്നവരൊക്കെ ഇവരൊക്കെ അഭിനയിക്കുന്ന ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ വന്നിട്ട് പിന്നീട് നായക പ്രാധാന്യം നേടുകയാണ്. ഉദാഹരണമായിട്ട് മധു ആദ്യമായിട്ട് വരുമ്പോൾ നിണമണിഞ്ഞ കാൽപ്പാടുകൾ പ്രേംനസീർ നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിൽ ഒരു ചെറിയ വേഷത്തിൽ വരുന്നു. മൂടുപടം എന്ന പടത്തിലെ ചെറിയ വേഷമാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടിയിരുന്നത്. അത് ആ പടം പിന്നാലെ വരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ സിനിമയിൽ വന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ചില മേജർ റോൾസ് കിട്ടുന്നു. ഭാർഗവീ നിലയം എന്ന ചിത്രം വരുന്നതോടുകൂടി അദ്ദേഹത്തിന് വളരെ ഗംഭീരമായ വേഷങ്ങൾ ചെയ്യാനുള്ള അവസരത്തിലേക്ക് കടക്കുകയാണ്.